ഹായ് ഫ്രണ്ട്സ്, വിജയ രമേഷ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നുണ്ട്. ബിഗ് ബോസിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇന്ന് ലാലേട്ടൻ വന്ന ദിവസത്തെ എപ്പിസോഡാണ്. നമ്മുടെ വിജയ രമേഷ് വ്ളോഗിലെ 34ാമത്തെ ദിവസത്തെ എപ്പിസോഡാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അംഗങ്ങളെല്ലാം ഇങ്ങനെ ആകാംക്ഷ ഭരതയായിട്ടിരിക്കുക. ലാലേട്ടൻ വന്ന് എന്തായിരിക്കും സംസാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച അത്ര സുഖകരമായിരുന്നില്ലല്ലോ. എന്തായാലും ഈ ആഴ്ചയും ലാലേട്ടൻ ചെറിയ ഒരു ദേശത്തിൽ തന്നെയാണ് യെല്ലോ കാർഡുമായിട്ടാണ് വന്നിരിക്കുന്നത്. LGBTQ കുറിച്ച് മോശം പരാമർശം നടത്തിയെന്ന രീതിയിൽ യെല്ലോ കാർഡ് കൊടുത്തിരിക്കുകയാണ്. അഭിഷേക് ശ്രീകുമാറിന് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ റെഡ് കാർഡ് കൊടുത്ത് വീട്ടിൽ പറഞ്ഞേക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അഭിഷേക് ശ്രീകുമാർ ഞാൻ വന്ന സമയത്ത് ഒരു തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് നടത്തി ഞാൻ തെറ്റ് സമ്മതിക്കുന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ 2 ആഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷനും കൊണ്ട് പവർ റൂമിൽ കയറാനും പറ്റത്തില്ല. പിന്നെ സായിയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ റൂൾ ബുക്ക് വായിച്ചിട്ടല്ലേ പുറത്തുള്ള കാര്യങ്ങൾ പറയില്ല എന്ന് ബിഗ് ബോസ് അനൗൺസ്മെൻറ്റ് ചെയ്തിട്ട് വീണ്ടും വീണ്ടും എന്തിനാണ് തെറ്റ് ആവർത്തിച്ചത്? എന്തിനാണ് നല്ലൊരു ഗെയിം കളിക്കുന്ന ഒരാളെ മാനസികം നിങ്ങൾ തളർത്താൻ നോക്കിയത്? സാർ എൻ്റെ ഗെയിമാണ് സാർ എന്ന് പറഞ്ഞു, പാർട്ട് ഓഫ് ഗെയിം എന്ന് പറഞ്ഞു. അപ്പോൾ ജാസ്മിനോട് ചോദിച്ചു, കണ്ടോ സായി നിങ്ങളെ തളർത്താൻ നോക്കിയത്, നിങ്ങൾ അതൊന്നും വിശ്വസിക്കരുത്. അപ്പോൾ ജാസ്മിൻ പറയാണ്, സായി എങ്ങനെ കള്ളം പറയില്ല എന്നാണ് എൻ്റെ വിശ്വാസം. അതാണ് ഇപ്പോൾ സായി പറഞ്ഞില്ലേ ഗെയിമാണെന്നുള്ള രീതിയിൽ. അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ മുന്നോട്ട് നല്ല രീതിയിൽ ഗെയിം കളിക്കുമെന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും ജാസ്മിൻ പിന്നെ ക്യാപ്റ്റൻസിയെക്കുറിച്ച്, അതായത് ക്യാപ്റ്റൻസിയെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. പവർ റൂമിൽ കുറിച്ച് അപ്സര എന്താണ് നിങ്ങൾ അസംബ്ലിയൊക്കെ നടത്തി, അസംബ്ലിക്ക് കൃത്യമായിട്ട് ആൾക്കാരൊക്കെ വന്നു. അപ്പോൾ അൻസിബ വന്നിട്ടില്ലായിരുന്നു. അപ്പോൾ അത് അവിടെ അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ മാത്രമല്ല അൻസിബ അപ്സരയെക്കുറിച്ച് പറഞ്ഞത് ഒരു സ്വേച്ഛാധിപതിയെ പോലെയാണ് പെരുമാറുന്നത് ഇവിടെ ബിഗ് ബോസ് ഹൗസിനകത്ത്, പവർ റൂമിനകത്ത് എന്ന രീതിയിൽ പറഞ്ഞു. സിബിനും പറഞ്ഞു, ഞാൻ പുറത്തുനിന്ന് കണ്ടപ്പോൾ അപ്സര പാവമായിരുന്നു, പക്ഷെ ഇവിടെ വന്ന സമയത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന ആളായിട്ട് തോന്നി. ജിൻഡോ പറഞ്ഞു, ഇവരാരും പവർ റൂമിൽ ഇരിക്കാനേ യോഗ്യതരല്ല എന്ന രീതിയിൽ സംസാരിച്ചു. നോറ പറഞ്ഞു, സാറ്റിസ്ഫൈഡ് അല്ല എങ്കിലും ഇവരുടെ ആ റൂൾസും റെഗുലേഷനും അവർ പാലിക്കുന്നില്ല, അവർക്ക് ഫേവറേറ്റ്സ് ഉള്ള ആൾക്കാരെ മാത്രം അവർ പരിഗണിക്കുന്നു എന്ന രീതിയിൽ നോറ സംസാരിച്ചു. ശ്രീരേഖയും അത് തന്നെ കേട്ടോ പറഞ്ഞത്. പവർ റൂമിൽ ഒരു ഫേവറിസം ഉണ്ട്, അഭിപ്രായം പറയുമ്പോൾ കൊഞ്ഞനം കുത്തി കാണിക്കുന്നു, ഒരു പേഴ്സണൽ ഗ്രഡ്ജ് മനസ്സിൽ സൂക്ഷിച്ചിട്ട് അത് പ്രവൃത്തിയിൽ അവർ കൊണ്ടുവരുന്നു എന്ന രീതിയിൽ തന്നെയാണ് ശ്രീരേഖ സംസാരിച്ചത്. പിന്നെ ജാൻമണിയാണ്, കുഴപ്പമില്ല സാർ, വലിയ കുഴപ്പമില്ല, പക്ഷേ അകപ്പാടൊരു കുഴപ്പം ഭക്ഷണം കഴിച്ച പാത്രമാണെങ്കിൽ അവർ നമ്മളെ കൊണ്ട് കഴിയിപ്പിക്കുന്നു. കാരണം ഞാൻ ഭയങ്കര ബിസിനസ് ക്ലാസ്സിൽ യാത്ര ചെയ്യുന്ന വ്യക്തിയാണല്ലോ, അപ്പോൾ എനിക്ക് ഈ മറ്റുള്ളവരുടെ പാത്രം കഴുകുന്ന ഒരു ഇറിറ്റേഷൻ രീതിയിൽ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇവിടെ നിങ്ങൾ എന്താ ബാത്റൂമിൽ പോകാൻ താമസം, പിന്നെ അതുപോലെ നിങ്ങൾക്ക് പിന്നെ ഇവർ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിച്ചിടുന്ന രീതിയിൽ അങ്ങനെ തീരുമാനങ്ങൾ ആരെടുത്താൽ നല്ല അംഗീകരിക്കണമെന്ന രീതിയിൽ പറഞ്ഞു. പിന്നെ സായിയോട് ചോദിച്ചു, സായി പറഞ്ഞു, വലിയ കുഴപ്പമില്ല സാർ, പക്ഷേ സായിയുടെ ആ ഒരു കാരണം 1000 പോയിന്റ് നഷ്ടപ്പെട്ട് സായിക്ക് ഒരാഴ്ചത്തെ ഡയറക്റ്റ് നോമിനേഷൻ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നോ എന്ന് പറയാൻ എളുപ്പം, യെസ് എന്ന് പറയാൻ കുറച്ച് പ്രയാസമാണ്. അപ്പോൾ പറ്റാത്ത കാര്യം പറ്റില്ല എന്ന് പറയുക, പറ്റുന്ന കാര്യം ചെയ്യുക എന്ന രീതിയിൽ ബ്രേക്ക് എടുക്കുകയാണ്. അതിനുശേഷം പുതിയ ആൾക്കാരെ ചോദിക്കുക, എങ്ങനെയുണ്ട് സിബിൻ? അപ്പോൾ പറഞ്ഞു, പുറത്തുനിന്ന് കണ്ടു വന്നതുപോലെ അല്ല എന്ന രീതിയിൽ സംസാരിച്ചു. അതുപോലെ തന്നെ സായി എന്നെ പറഞ്ഞു, മീശ പിരിച്ച് ഗർജിക്കുന്നത് പോലെയല്ല ബിഗ് ബോസ് എന്ന രീതിയിൽ സംസാരിച്ചു കേട്ടോ. ഭയങ്കര ഒരു വെയിറ്റ് ഇട്ട് സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നി. അഭിഷേക് ശ്രീകുമാരും നല്ല രീതിയിൽ തന്നെ സംസാരിച്ചു. പൂജയും അതുപോലെ തന്നെ. അവരൊക്കെ എന്താ പറയുക, അവർക്ക് ഈ ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ, ഓരോരുത്തരുടെ ഇഷ്ടമാണല്ലോ ബിഗ് ബോസ് ഹൗസിൽ കയറുക എന്നുള്ളത്. നന്ദനയോട് ചോദിച്ച്, എന്താണ് ചൊറിയുന്നൊരു സ്വഭാവം, ആർക്കെങ്കിലും മാന്തണമെന്നുണ്ടെങ്കിൽ നന്ദനെ ഒന്ന് ചൊറിഞ്ഞാൽ മതി എന്ന രീതിയിൽ സംസാരിച്ചു. അഭിഷേക് ജയദീപൻ, ഞാൻ ജെല്ലാകില്ല, പെട്ടെന്ന് അങ്ങനെ ആരടുത്ത് അങ്ങനെ മിങ്കിളാവില്ല എന്ന രീതിയിൽ. അടുത്ത റൗണ്ടെന്ന് പറഞ്ഞാൽ വാല്യൂ ആണ് കേട്ടോ. ഇവിടെ വന്ന ഹൗസിലെ ഇവർ ഈ 6 പുതിയ അംഗങ്ങളെ ഇവിടുത്തെ ഹൗസിലെ അംഗങ്ങൾ ഒരു നമ്പർ അനുസരിച്ച് 1 മുതൽ 6 വരെ നമ്പർ കൊടുത്ത് നോക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഓരോരുത്തർ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. സിബിനെ കുറിച്ചിട്ട് ജിൻഡോയ്ക്ക് ഫസ്റ്റ് റാങ്ക് കൊടുത്തു. ജിൻഡോ അങ്ങനെ എല്ലാവർക്കും ഫസ്റ്റ് റാങ്ക് തന്നെ കൊടുത്തുകൊണ്ടിരുന്നത് കേട്ടോ. നോറയും ജാൻമണിയൊക്കെ ഫസ്റ്റ് റാങ്ക് തന്നെ കൊടുത്തു. അങ്ങനെ 3 പേര് സിബിനെ ഫസ്റ്റ് റാങ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഋഷി പറഞ്ഞിരിക്കുന്ന വെച്ചാൽ ജിൻഡോ വെച്ച് നമ്മുടെ സിബിനെ പറഞ്ഞതെന്ന് വെച്ചാൽ ഒരാളെ ട്രിഗർ ചെയ്യുമ്പോൾ അടുത്ത ആളെ മനസ്സിൽ കാണും, പക്ഷേ എൻ്റെ അടുത്ത് ആ കളി നടക്കില്ല എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോരുത്തർ രീതിയിൽ സംസാരിച്ചു കേട്ടോ. അങ്ങനെ മറുപടിയും കൊടുക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ പോയിന്റുകളെല്ലാം കിട്ടിയില്ല, ഓരോരുത്തർ പോയിന്റുകൾ പറഞ്ഞ ശേഷം ഓരോരുത്തർ വന്ന് മറുപടി പറഞ്ഞു. അപ്പോൾ നന്ദന പറഞ്ഞു, എനിക്ക് സ്നേഹം മാത്രമേ ഉള്ളൂ, തുടിക്കുന്ന ഹൃദയമാണ് എൻ്റെ രീതിയിൽ. അങ്ങനെ പൂജയ്ക്കാണ് ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് കേട്ടോ. പൂജ എന്താ പറയേണ്ടത്, എല്ലാവരോടും പൂജ നന്ദി തന്നെ പറഞ്ഞു. പൂജ നല്ലൊരു കണ്ടസ്റ്റ് തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയാനുള്ള പൂജയെക്കുറിച്ചൊന്നുമില്ല, നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഇനി അങ്ങോട്ട് പോകാൻ നമുക്ക് നോക്കാം കേട്ടോ. അപ്പോൾ 1ാമത്തെ റാങ്ക് നമ്മുടെ പൂജയ്ക്ക് കിട്ടിയിരിക്കുന്നത്, 2ാമത്തെ റാങ്ക് സിബിനാണ് കിട്ടിയിരിക്കുന്നത്, 3ാമത് സായിക്ക് കിട്ടിയിട്ടുണ്ട്, 4ാമത് നമ്മൾ ജയദേവ്, 5 അഭിഷേക് ശ്രീകുമാർ, 6 നമ്മുടെ ആരാണ് നമ്മുടെ നന്ദനക്കുട്ടിക്കാണ് കിട്ടിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നന്ദനക്കുട്ടി പറഞ്ഞു, എന്നെ ഇവർ ലാലേട്ടാ ഇവരെന്നെ ഇപ്പം ഈ കയറിട്ട് ഞാൻ എല്ലാത്തിനും ഒന്ന് പിടിച്ച് കിട്ടുന്നുണ്ട് എന്ന രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും പൂജ നന്നായിട്ട് കളിക്കുന്നുണ്ട്, ഗെയിമെല്ലാം അരച്ച് കലക്കി കുടിച്ച് പുറത്തുനിന്ന് കളി കണ്ട് തന്നെയാണ് മനസ്സിലാക്കി വന്നിരിക്കുന്നത് കേട്ടോ. അടുത്ത ഒരു റൗണ്ടെന്ന് വെച്ചാൽ
വായിനകത്ത് ഐസ് ക്യൂബ്സ് ഇടുമല്ലോ. ഇവർ ഒരുപാട് സംസാരിക്കുകയില്ല. അപ്പോൾ ആ സംസാരം ഒന്ന് നിർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമായിരുന്നു കേട്ടോ. അതാണെങ്കിൽ ഇട്ടിട്ട് സിനിമ പേര് പറയും, ലാലേട്ടൻ അഭിനയിച്ച സിനിമ പേര് പറയും. അപ്പോൾ അത് പറയുക. പക്ഷേ ജിൻഡോ വന്ന സമയത്ത് ജിൻഡോ നോറ ചെയ്തതിന് ജിൻഡോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ജിൻഡോ ചെയ്യാൻ പറഞ്ഞ സമയം ജിൻഡോ ഒത്തിരി ലേറ്റൊക്കെ ആയി, ലാഗ് അടിപ്പിച്ചു. ലാലേട്ടനാണ് ഭയങ്കര ദേഷ്യം വന്നു കേട്ടോ. അതായത് എന്താ പറയുക, ജിൻഡോ അയച്ചിട്ട് താമസമാണെങ്കിൽ ലാലേട്ടനാണെങ്കിൽ ഭയങ്കര ദേഷ്യം വരുന്നത്. എന്താണ് നിങ്ങളിങ്ങനെ കാണിക്കുന്നത്? അവസാനം എന്താ പറയുമ്പോൾ ഈ ക്യാൻസൽ ഇത് ഗെയിം ചീറ്റിപ്പോയി. അതായത് ആരും ഒരു നല്ല രീതിയിൽ കളിച്ചിട്ടില്ലായിരുന്നു. അതായത് നമ്മുടെ അഭിഷേക് ജയദേവ് അതിൻ്റെ ഒരു ആൻസർ പറഞ്ഞപ്പോൾ അഭിഷേക് ജയദേവിന് ഭയങ്കര വിഷമമായിപ്പോയി. ലാലേട്ടൻ ബ്രേക്ക് എടുത്തതിന് ശേഷം സായിയും ജാസ്മിനും ഒക്കെ ജിൻഡോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാണ് ലാലേട്ടനെ റെസ്പെക്ട് ചെയ്തത്? എന്താണ് ലാലേട്ടൻ ദേഷ്യപ്പെട്ടാണ് പോയത്? ലാലേട്ടൻ നമ്മൾ ഇൻസൾട്ട് ചെയ്യും പോലെയാണ് ലാലേട്ടന് തോന്നി എന്ന രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട്. പിന്നെ വാഷ്റൂമിൽ പോയിട്ട് നമ്മൾ ജയദേവ് കരയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറഞ്ഞാൽ അതെന്തിനായി, കുഴപ്പമില്ല, നിന്നെ അല്ല അവനാണ്, ആരാ ജിൻഡോയാണ് കേട്ടോ, ജിൻഡോപ്പനാണ്, വേറെ രീതിയിലല്ല എന്ന രീതിയിൽ നമ്മൾ എല്ലാവരും നോറയും അതുപോലെ തന്നെ സായിയൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മൾ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ കാര്യങ്ങൾ പറഞ്ഞ് അവതരിപ്പിക്കുന്നത്. അടുത്തൊരു ഗെയിമാണ്, വേറെ ഒന്നുമല്ല, ഇവിടെയുള്ള ആൾക്കാർക്ക് മരുന്നുകൾ കൊടുക്കണം. ഇവരുടെ പേഴ്സണൽ ഗ്രഡ്ജ് അതുപോലെ തന്നെ കുത്തിത്തിരിപ്പ് ഇങ്ങനത്തെ സ്വഭാവം വെച്ചിട്ട് ആർക്കൊക്കെയാണ് മരുന്ന് കൊടുക്കുക എന്നുള്ളത്. അപ്പോൾ ജാസ്മിനാണ് സിബിൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സിബിൻ വെച്ചാൽ നിരുത്തരവാദിത്വം എന്ന രീതിയിൽ തന്നെയാണ് സിബിൻ കൊടുത്തിരിക്കുന്നത്. ജാസ്മിന് 75 ഓൺസാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ജാസ്മിൻ സിബിന് തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെയാണ് ശ്രീധുവും സിബിലിനും കൊടുത്തിട്ടുണ്ടായിരുന്നു, മാനിക്കുലേഷൻ എന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അൻസിബ നമ്മുടെ ഗബ്രിക്കാണ് കൊടുത്തത്, കൃത്രിമത്വം, അതായത് മാറാൻ ചാൻസ് ഇല്ല, ഇത് കുറേ വട്ടം കുടിക്കേണ്ടി വരും എന്ന രീതിയിൽ. നമ്മൾ അങ്ങനെ ശ്രീരേഖയൊക്കെ വന്ന് കൊടുത്തു. അപ്പോൾ ജാസ്മിൻ്റെ എക്സ്പ്രഷൻ എടുത്ത് കാണും, ജാസ്മിനാണ് കുടിക്കുന്നതല്ല, പാവം എന്ന രീതിയിൽ. അപ്പോൾ ഗബ്രിക്കാണ് കൂടുതലും കിട്ടിയിരിക്കുന്നത് കേട്ടോ. എല്ലാവരും ഗബ്രി തന്നെ കൂടുതലും പറഞ്ഞിരിക്കുന്നത്. എല്ലാവരും എന്താ പറയേണ്ടത്, ഡിപ്പെൻഡബിൾ എന്ന രീതിയിൽ തന്നെ സംസാരിച്ചു. പക്ഷേ നോറ വന്നിട്ട് നമ്മളെ ജാൻമണി കൊടുത്തു, മരുന്ന് കൊടുത്തു. അപ്പോഴത്തെ ഇടയ്ക്കിൽ വഞ്ചന എന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പം നീ തരുന്ന മരുന്ന് നീ കുടിക്കാൻ വേണ്ടി എന്ന രീതിയിൽ കൊണ്ടങ്ങ് ഒഴിച്ചു. അപ്പോൾ അല്ല, എന്താണ്, നോ, പറ്റത്തില്ല, അത് കുടിച്ചേ പറ്റുള്ളൂ. നിങ്ങൾ എനിക്ക് നിങ്ങൾക്ക് ഇവിടെ വലിയ കൊമ്പൊന്നുമില്ല, ഇവിടെ അത് നിങ്ങൾ അനുസരിച്ചേ പറ്റുള്ളൂ എന്ന രീതിയിൽ ചമ്മി ഐസായിപ്പോയി ആര്, നമ്മുടെ ജാൻമണി കേട്ടോ. അത് ഒരു റെസ്പെക്റ്റ് ഇല്ലാത്ത രീതിയിൽ, ഞാനാണെന്ന് എന്തോ ഒരു വലിയ ഭാവം എന്ന രീതിയിൽ സംസാരിക്കുന്നതായിരുന്നു. ലാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ എവിക്ഷൻ പ്രക്രിയയിലാണ്. അപ്പോൾ ജിൻഡോട് ചോദിച്ചു, നമ്മുടെ ശ്രീധുവിനെ നമുക്കൊന്ന് സേഫ് ആക്കിക്കൂടെ എന്ന രീതിയിൽ സംസാരിച്ചു. അപ്പോൾ നമ്മുടെ ശ്രീധുവാണ് ഈ ആഴ്ച എവിക്ഷൻ, നമ്മുടെ അഭിഷേക് ശ്രീകുമാർ സേഫ് ആയിട്ടുണ്ട്, അതുപോലെ തന്നെ ശ്രീധു സേഫ് ആയിട്ടുണ്ട്. അപ്പോൾ നാളെ വിഷുവിൻ്റെ എപ്പിസോഡ്, ലാലേട്ടൻ നാളെ വരത്തില്ലേ, ലാലേട്ടൻ വരില്ലേ എന്നൊക്കെ എല്ലാവരും ചോദിക്കുകയാണ്. അപ്പോൾ ലാലേട്ടൻ നമുക്ക് നോക്കാം. അപ്പോൾ ലാലേട്ടൻ പോകുന്ന സമയത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, നാളെ വന്നിട്ട് ജാസ്മിനോടും ഗബ്രിയോടും ജാൻമണിയോടും കുറച്ച് സംസാരിക്കുന്നുണ്ടെന്ന് പറയുന്നത്. എന്തൊക്കെയാണ് ഏതൊക്കെയാണെന്ന് ഒരു പിടിയുമില്ല. നാളെ എന്തെങ്കിലുമൊക്കെ നടക്കുമോ നമുക്ക് കാത്തിരുന്ന് കാണാം. മാത്രമല്ല നാളെ എവിക്ഷൻ ഉണ്ടാകുമോ അതും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇത്രയും സമയം വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി നന്ദിയുണ്ട്. അപ്പോൾ നാളത്തെ വിഷു എപ്പിസോഡാണ്, എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ നേരുന്നുണ്ട്. അപ്പോൾ ആ നാളത്തെ വീഡിയോയിൽ കാണാം. അതുവരെ നിങ്ങൾ നിന്ന് വിട പറയുന്നു. ബിജി രമേഷ് വ്ളോഗിലെ ബിജി. ബൈ.